ഹായ് ഫ്രണ്ട്സ്, എല്ലാ സുഹൃത്തുക്കൾക്കും ടോട്ടൽ സൊല്യൂഷൻസ് ഇൻഫോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കമ്പ്യൂട്ടറിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ സംബന്ധിച്ച് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുമാണ് മനസ്സിലാക്കിയത്. ഇന്നത്തെ വീഡിയോയിൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എന്താണ് എന്നുള്ളതാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. Computer software. A computer software is set of programs that allow the user to operate computer and perform specific tasks. അതായത് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന യൂസറിനെ കമ്പ്യൂട്ടറിനെ പ്രവർത്തിപ്പിക്കുന്നതിനും കമ്പ്യൂട്ടർ ഉപയോഗിച്ച് വിവിധ പ്രവർത്തികൾ ചെയ്യുന്നതിനും സാധ്യമാക്കുന്ന പ്രോഗ്രാമുകളുടെ ശ്രേണിയെ ആണ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. To understand software, we have to understand three terms. First, instruction. Second, program. Third, software. അതായത് കമ്പ്യൂട്ടറിൻ്റെ സോഫ്റ്റ്വെയർ എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് നമ്മൾക്ക് പ്രധാനമായിട്ടും 3 ടേമുകളാണ് മനസ്സിലാക്കേണ്ടത്. ഒന്നാമത് വരുന്നതാണ് ഇൻസ്ട്രക്ഷൻ, രണ്ടാമത് വരുന്നത് പ്രോഗ്രാം, മൂന്നാമത് സോഫ്റ്റ്വെയർ. ഈ ഓരോ ടേമും എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. വാട്ട് ഈസ് ഇൻസ്ട്രക്ഷൻ? Instruction, a command given to a computer to perform certain task. അതായത് ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാൻ കമ്പ്യൂട്ടറിന് നൽകുന്ന ഒരു നിർദ്ദേശത്തെയാണ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് വരുന്നതാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാം. കമ്പ്യൂട്ടർ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഈസ് നോൺ ആസ് പ്രോഗ്രാം. അതായത് കമ്പ്യൂട്ടറിന് നൽകുന്ന നിർദ്ദേശങ്ങളുടെ ഒരു ശ്രേണിയെയാണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇൻസ്ട്രക്ഷൻസ് കൂടിച്ചേരുമ്പോഴാണ് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ആയി മാറുന്നത്. പിന്നീട് വരുന്ന ടേമാണ് സോഫ്റ്റ്വെയർ. സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ഈസ് നോൺ ആസ് സോഫ്റ്റ്വെയർ. അതായത് പ്രോഗ്രാംസുകളുടെ ഒരു ശ്രേണിയെയാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതായത് ഏറ്റവും ചെറിയ ഒരു യൂണിറ്റാണ് ഇൻസ്ട്രക്ഷൻ. ഇൻസ്ട്രക്ഷൻസ് കൂടിച്ചേർന്നിട്ടാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാം ആകുന്നത്. കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ കൂടിച്ചേർന്നിട്ടാണ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആകുന്നത്. നെക്സ്റ്റ് ടോപ്പിക്, വാട്ട് ഈസ് computer language and its importance. We communicate with any person. We need a common language that both persons can understand. Similarly, to communicate with a computer, we have to learn a language that computer can understand. Computer can understand only one language, that is known as machine language. This language is in binary format, that is collections of സീറോസ് ആൻഡ് വൺസ്. അതായത് നമ്മൾ നോക്കുന്നത് കമ്പ്യൂട്ടർ ലാംഗ്വേജ് എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്നുള്ളത്. കമ്പ്യൂട്ടർ ലാംഗ്വേജിനെ പറ്റി പറയുമ്പോൾ അതായത് 2 വ്യക്തികൾ തമ്മിൽ ആശയവിനിമയം സാധ്യമാകണമെങ്കിൽ ഇരു വ്യക്തികൾക്കും അറിയാവുന്ന ഒരു ഭാഷ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടറുമായി ആശയവിനിമയം നടത്തുന്നതിന് കമ്പ്യൂട്ടറിൻ്റെ ഭാഷ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. കമ്പ്യൂട്ടറിന് അറിയാവുന്ന ഒരേയൊരു ഭാഷയാണ് മെഷീൻ ലാംഗ്വേജ്. അപ്പോൾ ലാംഗ്വേജിൻ്റെ പ്രാധാന്യം വരുന്നത് അവിടെയാണ്. നമ്മൾ 2 വ്യക്തികൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അത് മനസ്സിലാകുന്നത് 2 വ്യക്തികൾക്കും ഒരു ലാംഗ്വേജ് അറിയാവുന്നത് കൊണ്ടാണ്. ലാംഗ്വേജ് അറിയാത്ത വ്യക്തികൾ തമ്മിൽ സംസാരിച്ചാൽ അത് നമ്മൾ പറയുന്നത് എന്താണെന്ന് മറ്റൊരാൾക്ക് മനസ്സിലാകില്ല. അതേപോലെ തന്നെയാണ് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷ എന്ന് പറയുന്നത് മെഷീൻ ലാംഗ്വേജ് ആണ്. അതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് 0ഉം 1ഉം മാത്രമാണ്. 0ഉം 1ഉം മാത്രമുള്ള ഒരു ലാംഗ്വേജ് ആണ് മെഷീൻ ലാംഗ്വേജ്. ആ ലാംഗ്വേജ് മാത്രമേ കമ്പ്യൂട്ടറിന് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ കമ്പ്യൂട്ടറിന് അറിയാവുന്ന ലാംഗ്വേജ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അവിടെയാണ് കമ്പ്യൂട്ടർ ലാംഗ്വേജിൻ്റെ പ്രസക്തി വരുന്നത്. കമ്പ്യൂട്ടർ ലാംഗ്വേജ്, എ കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഈസ് സിംപ്ലി ഡിഫൈൻഡ് ആസ് എ ലാംഗ്വേജ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദി കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ ലാംഗ്വേജസ് ഈസ് categorized into 2. First, low level language. Second, high level language. Low level languages are 2 types, machine language and assembly language. അതായത് ഒരു കമ്പ്യൂട്ടറുമായി ആശയവിനിമയം നടത്തുവാൻ ഉപയോഗിക്കുന്ന ഭാഷയെയാണ് കമ്പ്യൂട്ടർ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇതിനെ ലോ ലെവൽ ലാംഗ്വേജ്, ഹൈ ലെവൽ ലാംഗ്വേജ് എന്നിങ്ങനെ 2ആയി തരംതിരിച്ചിരിക്കുന്നു. ലോ ലെവൽ ലാംഗ്വേജ് തന്നെ 2 തരമുണ്ട്. ഒന്ന് മെഷീൻ ലാംഗ്വേജ്, 2 അസംബ്ലി ലാംഗ്വേജ്. അതായത് കമ്പ്യൂട്ടർ ലാംഗ്വേജ് 2 തരമാണ്, ലോ ലെവൽ ലാംഗ്വേജും ഹൈ ലെവൽ ലാംഗ്വേജും.
അതിൽ ലോ ലെവൽ ലാംഗ്വേജിനെ തന്നെ 2 തരമായിട്ട് വീണ്ടും കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്ന് വരുന്നത് മെഷീൻ ലാംഗ്വേജ്, രണ്ടാമത് വരുന്നത് അസംബ്ലി ലാംഗ്വേജ്. ഇനി ഈ ലാംഗ്വേജിന് ഓരോന്നും എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് ഒന്ന് നോക്കാം. ഫസ്റ്റ്, മെഷീൻ ലാംഗ്വേജ്. The only language that computers can directly understand, expressed in binary form, that is 0 and 1. അതായത് ഒരു കമ്പ്യൂട്ടറിന് നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ബൈനറി രൂപത്തിലുള്ള ഭാഷയാണ് മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ബൈനറി രൂപത്തിലുള്ള ഭാഷ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു 0യും 1ഉം 2 ഡിജിറ്റുകൾ മാത്രമേ അതിനകത്ത് ഉണ്ടാകുന്നുള്ളൂ. അതുകൊണ്ടാണ് അതിനെ ബൈനറി ലാംഗ്വേജ് എന്ന് പറയുന്നത്. 0യും 1ഉം മാത്രം ഉപയോഗിച്ചുള്ള ഒരു ഭാഷയാണ് മെഷീൻ ലാംഗ്വേജ്. അതായത് കമ്പ്യൂട്ടറിന്റെ ഭാഷ എന്ന് പറയുന്നത് ബൈനറി ലാംഗ്വേജിലുള്ള ഈ മെഷീൻ ലാംഗ്വേജ് ആണ്. അടുത്തത് വരുന്നതാണ് അസംബ്ലി ലാംഗ്വേജ്. സിമിലർ ടു മെഷീൻ ലാംഗ്വേജ് ബട്ട് യൂസസ് നമ്പേഴ്സ് ആൻഡ് ഇംഗ്ലീഷ് കമാൻഡ്സ് ഇൻസ്റ്റെഡ് ഓഫ് ബിറ്റ്സ്. ബിറ്റ്സ് എന്ന് പറയുന്ന ടേം ഒരു 0 അല്ലെങ്കിൽ 1 അതിനെയാണ് ബിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ബിറ്റിന് പകരം നമ്മൾ ഇംഗ്ലീഷ് കമാൻഡ്സും നമ്പേഴ്സും യൂസ് ചെയ്തിട്ട് എഴുതുന്ന ലാംഗ്വേജ് ആണ് അസംബ്ലി ലാംഗ്വേജ്. അതായത് മെഷീൻ ലാംഗ്വേജിനേക്കാളും കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത്ര സിമ്പിൾ അല്ല, എന്നാലും മെഷീൻ ലാംഗ്വേജിനേക്കാളും മനസ്സിലാക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് അസംബ്ലി ലാംഗ്വേജ്. ലോ ലെവൽ ലാംഗ്വേജിൽ തന്നെയുള്ള 2 ലാംഗ്വേജുകളാണ് മെഷീൻ ലാംഗ്വേജും അസംബ്ലി ലാംഗ്വേജും. അസംബ്ലി ലാംഗ്വേജ് മെഷീൻ ലാംഗ്വേജിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ സിമ്പിൾ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. അടുത്തതായിട്ട് വരുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഹൈ ലെവൽ ലാംഗ്വേജ്. ഹൈ ലെവൽ ലാംഗ്വേജ് ക്യാൻ ബി റീഡ് ആൻഡ് റിട്ടൺ ബൈ ഹ്യൂമൻസ് ആൻഡ് ഓഫൻ യൂസസ് ഇംഗ്ലീഷ് ബേസ്ഡ് കമാൻഡ്സ്. അതായത് മനുഷ്യന് എഴുതുവാനും വായിക്കുവാനും കഴിയുന്ന തരത്തിലുള്ള ഇംഗ്ലീഷ് അക്ഷരങ്ങളും അക്കങ്ങളും ഉപയോഗിക്കുന്ന ഭാഷയാണ് ഹൈ ലെവൽ ലാംഗ്വേജ്. ഹൈ ലെവൽ ലാംഗ്വേജ് ഉപയോഗിച്ച് നമുക്ക് നേരിട്ട് മനുഷ്യന് മനസ്സിലാക്കാവുന്ന രീതിയിൽ പ്രോഗ്രാം എഴുതാൻ സാധിക്കും. അതിനുള്ള ഉദാഹരണങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ജാവ, പൈത്തോൺ, സി പ്ലസ് പ്ലസ് എക്സെട്ര. ഈ ലാംഗ്വേജുകൾ ഓരോന്നും നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. അതിനു മുമ്പ് അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ടേമാണ് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്. എ ലാംഗ്വേജ് പ്രോസസ്സർ ഈസ് സിംപ്ലി എ പ്രോഗ്രാം ദാറ്റ് കൺവേർട്സ് programs written in other languages to computer understandable machine language, that is assembly language and other high level language programs to machine language. അതായത് അസംബ്ലി ലാംഗ്വേജിലോ മറ്റ് ഹൈ ലെവൽ ലാംഗ്വേജുകളിലോ എഴുതുന്ന പ്രോഗ്രാമുകളെ കമ്പ്യൂട്ടറിന് മനസ്സിലാക്കാൻ സാധിക്കുന്ന മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്ന പ്രോഗ്രാമുകളെയാണ് ലാംഗ്വേജ് പ്രോസസ്സർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു കമ്പ്യൂട്ടറിന് മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഷ മെഷീൻ ലാംഗ്വേജ് ആണ്. ആ മെഷീൻ ലാംഗ്വേജ് അല്ലാതെ ഏത് ഭാഷയിലും എഴുതിയാലും കമ്പ്യൂട്ടറിന് മനസ്സിലാകില്ല. അപ്പോൾ കമ്പ്യൂട്ടറിന് മനസ്സിലാകാത്ത ഒരു ഭാഷയിൽ നമ്മൾ പ്രോഗ്രാമുകൾ എഴുതി കഴിഞ്ഞാൽ അത് കമ്പ്യൂട്ടറിന് മനസ്സിലാക്കുന്ന ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് നമ്മൾ ഭാഷ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് ഒരാൾ വേണം. ആ പ്രവൃത്തിയാണ് ഇവിടെ ലാംഗ്വേജ് പ്രോസസ്സർ എന്ന് പറയുന്ന പ്രോഗ്രാമുകൾ ചെയ്യുന്നത്. അത് പ്രധാനമായിട്ടും 3 തരത്തിലുണ്ട്. 1 അസംബ്ലർ, 2 കമ്പൈലർ, 3 ഇന്റർപ്രറ്റർ. അസംബ്ലർ, കമ്പൈലർ, ഇന്റർപ്രറ്റർ എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. നെക്സ്റ്റ്, ലാംഗ്വേജ് പ്രോസസ്സേഴ്സ്. ആൻഡ് assembler is a type of translator that converts assembly language code, that is low level symbolic language, into machine code. Unlike high level languages, assembly language closely represents binary instructions a computer's CPU can execute directly. അതായത് അസംബ്ലർ എന്ന് പറയുന്നത് അസംബ്ലി ലാംഗ്വേജിലുള്ള, അതായത് സിംബോളിക് ആയിട്ടുള്ള കോഡ് ഉപയോഗിച്ച് എഴുതിയിട്ടുള്ള അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു പ്രോഗ്രാം ആണ് അസംബ്ലർ എന്ന് പറയുന്നത്. അടുത്തത് വരുന്നതാണ് കമ്പൈലർ. കമ്പൈലർ എന്ന് പറയുന്നത് കമ്പൈലർ ഈസ് എ സോഫ്റ്റ്വെയർ ടൂൾ ദാറ്റ് ട്രാൻസ്ലേറ്റ്സ് കോഡ് റിട്ടൺ ഇൻ എ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇൻറ്റു മെഷീൻ കോഡ്. അതായത് ഹൈ ലെവൽ ലാംഗ്വേജ്, അതായത് സി പ്ലസ് പ്ലസ്, ജാവ അതുപോലെയുള്ള ഹൈ ലെവൽ ലാംഗ്വേജുകൾ ഉപയോഗിച്ച് നമ്മൾ എഴുതുന്ന ഹൈ ലെവൽ ലാംഗ്വേജിലുള്ള പ്രോഗ്രാമുകളെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനാണ് കമ്പൈലർ ഉപയോഗിക്കുന്നത്. കമ്പൈലർ പോലെ തന്നെ അതേ രീതിയിലുള്ള
പ്രവർത്തനം തന്നെയാണ് ഇന്റർപ്രറ്റർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ പ്രോഗ്രാമും ചെയ്യുന്നത്. An interpreter is a software program that directly executes code written in a high-level programming language without prior translation into machine code. It reads and executes the source code line by line in real time. അതായത് കമ്പൈലറും ഇന്റർപ്രറ്ററും ഒരേ പ്രവൃത്തി തന്നെയാണ് ചെയ്യുന്നത്. ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാമിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. കമ്പൈലർ ഒരു പ്രോഗ്രാം ഫുള്ളായിട്ട് ആണ് മെഷീൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇന്റർപ്രറ്റർ ലൈൻ ബൈ ലൈൻ ആയിട്ട് റിയൽ ടൈമിൽ തന്നെ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട കാര്യമില്ല. അസംബ്ലർ, കമ്പൈലർ, ഇന്റർപ്രറ്റർ എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ലേറ്റർ പ്രോഗ്രാമാണ്. അതായത് ഒരു ഭാഷ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ട്രാൻസ്ലേറ്ററുടെ റോള് നിർവഹിക്കുന്ന പ്രോഗ്രാമുകളാണ് ഈ അസംബ്ലർ, കമ്പൈലർ, ഇന്റർപ്രറ്റർ എന്നിവ. കമ്പ്യൂട്ടർ ലാംഗ്വേജ് ആൻഡ് ഇറ്റ്സ് ടൈപ്പ്. കമ്പ്യൂട്ടർ ലാംഗ്വേജിന്റെ തരംതിരിച്ചുള്ള ഒരു ഡയഗ്രമാണ് ഈ കാണുന്നത്. ഏറ്റവും ബേസിൽ ആയിട്ടുള്ളത് ഹാർഡ്വെയർ ആണ്. ഹാർഡ്വെയറിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് മെഷീൻ ലാംഗ്വേജ്. അതായത് ഹാർഡ്വെയർ പാർട്സിന് ഡയറക്റ്റ് ആയിട്ട് കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ പാർട്സിന് ഡയറക്റ്റ് ആയിട്ട് മനസ്സിലാകുന്ന ലാംഗ്വേജ് ആണ് മെഷീൻ ലാംഗ്വേജ്. ഹാർഡ്വെയറിനോട് ഡയറക്റ്റ് കോണ്ടാക്ട് ഉള്ളത് മെഷീൻ ലാംഗ്വേജിനാണ്. അതിന് മേളിൽ വരുന്നതാണ് അസംബ്ലി ലാംഗ്വേജ്. ആ അസംബ്ലി ലാംഗ്വേജും മെഷീൻ ലാംഗ്വേജും ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിന് മുകളിൽ വരുന്നതാണ് ഹൈ ലെവൽ ലാംഗ്വേജ്. അതിന് എക്സാമ്പിൾ ആണ് ഫോർട്രാൻ, സി, പാസ്കൽ എന്നൊക്കെ കൊടുത്തിരിക്കുന്നത്. ഹൈ ലെവൽ ലാംഗ്വേജിൽ നമ്മൾ പ്രോഗ്രാം എഴുതിയാലും അത് മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് ഹാർഡ്വെയർ മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ അസംബ്ലി ലാംഗ്വേജിൽ പ്രോഗ്രാം ചെയ്താലും അത് മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് കമ്പ്യൂട്ടർ മനസ്സിലാക്കുന്നത്. ഇത് കമ്പ്യൂട്ടർ ലാംഗ്വേജിന്റെ ഒരു ഡയഗ്രാം തന്നെയാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ലാംഗ്വേജ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ലോ ലെവൽ ലാംഗ്വേജ്, ഹൈ ലെവൽ ലാംഗ്വേജ്. ലോ ലെവൽ ലാംഗ്വേജ് തന്നെ വീണ്ടും രണ്ട് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മെഷീൻ ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജ്. മെഷീൻ ലാംഗ്വേജിന് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തേക്കുന്ന സീറോസ് ആൻഡ് വൺസ്, അതായത് ബൈനറി ഫോർമാറ്റിലുള്ള പ്രോഗ്രാമിംഗ് ആണ് അതിൽ ചെയ്യുന്നത്. പിന്നീട് വരുന്നത് അസംബ്ലി ലാംഗ്വേജ്. എക്സാമ്പിൾ ആഡ് എ, സബ് ബി, എക്സെട്ര എന്ന് കൊടുത്തിരിക്കുന്നത്. അതായത് ഇംഗ്ലീഷിലെ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള ചെറിയ കോഡുകളാണ് അതിൽ എഴുതുന്നത്. പിന്നീട് ഹൈ ലെവൽ ലാംഗ്വേജിൽ വരുന്നതാണ്. അതിന് എക്സാമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജുകളാണ് ഈ കൊടുത്തേക്കുന്നത്. സി, സി പ്ലസ് പ്ലസ്, ജാവ, പൈത്തൺ, PHP, പാസ്കൽ തുടങ്ങിയവ. ഇനി നമുക്ക് ഈ എല്ലാ ലാംഗ്വേജിലുള്ള ആ പ്രോഗ്രാമുകൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു മോഡൽ എന്നുള്ളത് നോക്കാം. മെഷീൻ ലാംഗ്വേജ് മോഡൽ ഇൻസ്ട്രക്ഷൻ. An example of machine language instruction is a instruction of simple addition operation. This binary sequence represents an instruction that tells the computer to add two numbers together. അതായത് രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടുന്നതിന് മെഷീൻ ലാംഗ്വേജിൽ കമ്പ്യൂട്ടറിന് നൽകുന്ന നിർദ്ദേശമാണിത്. അത് കമ്പ്യൂട്ടറിന് ഡയറക്റ്റ് മനസ്സിലാകുന്ന ഭാഷയായ മെഷീൻ ലാംഗ്വേജിൽ രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടുക എന്ന് പറയുന്നതിന് നൽകുന്ന നിർദ്ദേശമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് നേരിട്ട് പ്രോഗ്രാമിംഗ് അറിയാത്ത അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ റൂട്ട് ലെവലിൽ കാര്യങ്ങൾ അറിയാത്ത ഒരാൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ്. ഇതാണ് മെഷീൻ ലാംഗ്വേജിന്റെ ഒരു പ്രത്യേകത. നെക്സ്റ്റ്, അസംബ്ലി ലാംഗ്വേജ് മോഡൽ പ്രോഗ്രാം. എ സാമ്പിൾ പ്രോഗ്രാം ഫോർ 8-bit അഡിഷൻ ഇൻ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിംഗ്. അതായത് അസംബ്ലി ലാംഗ്വേജ്, മെഷീൻ ലാംഗ്വേജ് കഴിഞ്ഞിട്ട് അടുത്ത കാറ്റഗറി വരുന്ന അസംബ്ലി ലാംഗ്വേജിൽ ഒരു 8 ബിറ്റുള്ള രണ്ട് സംഖ്യകൾ ആഡ് ചെയ്യുന്നതിനുള്ള ഒരു പ്രോഗ്രാമാണ് ഈ കാണുന്നത്. നമ്മളതിൽ പറഞ്ഞ പോലെ തന്നെ ഇംഗ്ലീഷിലെ കുറച്ച് ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള നേരത്തെ തന്നെ തയ്യാറാക്കിയിട്ടുള്ള കോഡുകളുണ്ട്. ആ കോഡുകൾ മാത്രമേ കമ്പ്യൂട്ടറിന് മനസ്സിലാവുള്ളൂ. ആ കോഡുകൾ നമ്മൾ ആദ്യം പഠിച്ചതിന് ശേഷം ആ കോഡുകൾ ഉപയോഗിച്ചിട്ടാണ് പ്രോഗ്രാമുകൾ എഴുതുന്നത്. അത് ഓരോ കമ്പ്യൂട്ടറിൻ്റെ ആർക്കിടെക്ചർ അനുസരിച്ചിട്ട് ആ കോഡുകൾ നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ ഈ ലാംഗ്വേജിൽ പ്രോഗ്രാമിംഗ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നീട് വരുന്ന മൂന്നാമത്തെ കാറ്റഗറിയാണ് ഹൈ ലെവൽ ലാംഗ്വേജ്. ഹൈ ലെവൽ ലാംഗ്വേജിൽ ഒരു മോഡൽ പ്രോഗ്രാം, അതായത് സി ലാംഗ്വേജ് പ്രോഗ്രാം ടു ആഡ് ടു നമ്പേഴ്സ്. അതായത് സി എന്ന് പറയുന്ന ഹൈ ലെവൽ ലാംഗ്വേജ് ഉപയോഗിച്ച് രണ്ട് സംഖ്യകളെ ആഡ് ചെയ്യുന്നതിനുള്ള ഒരു പ്രോഗ്രാമാണ് ഈ കാണുന്നത്. ഇതിൽ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് വരുന്നത്. ഈ പ്രോഗ്രാം റൺ ചെയ്ത് കഴിയുമ്പോൾ എൻ്റർ ടു ഇൻറ്റീജേഴ്സ് എന്ന് കാണുന്ന ഈ ഭാഗം സ്ക്രീനിൽ ഡിസ്പ്ലേ ആയി വരും. ഇപ്പോൾ നമുക്ക് ആഡ് ചെയ്യേണ്ട രണ്ട് നമ്പറുകൾ 1 by 1 ആയിട്ട്
ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ആ 2 നമ്പറുകൾ ആഡ് ചെയ്തിട്ട് അതിൻ്റെ സമ്മ് വരുന്ന എന്താണോ അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ മെഷീൻ ലാംഗ്വേജിനേക്കാളും അസംബ്ലി ലാംഗ്വേജിനേക്കാളും കുറച്ചുകൂടി സിമ്പിളായിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ആണ് ഹൈ ലെവൽ ലാംഗ്വേജിൽ നിന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഈ കാണുന്നത് C++ എന്ന് പറയുന്ന സിയേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് പ്രോഗ്രാമാണ് C++. ആ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് അതേ പ്രോഗ്രാം തന്നെ 2 സംഖ്യകൾ ആഡ് ചെയ്യുന്നതിനുള്ള പ്രോഗ്രാമാണ്. അതിൻ്റെ സിയിൽ ഉപയോഗിച്ചതിനേക്കാളും കുറച്ചുകൂടെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ വരുന്നത്. ഇതിലും അതുപോലെ തന്നെ 2 നമ്പേഴ്സ് എൻ്റർ ചെയ്യാൻ പറയും. നമുക്ക് 2 നമ്പേഴ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ആ നമ്പേഴ്സ് കമ്പ്യൂട്ടർ ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ അത് ആഡ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ്. സി ലാംഗ്വേജ് ഇപ്പോൾ പറഞ്ഞ C++ ഇത് രണ്ടും കമ്പയർ ചെയ്യുന്നാൽ നമുക്ക് മനസ്സിലാകും അതിനേക്കാളും കുറച്ചുകൂടെ സിമ്പിളായിട്ടാണ് ഇതിനകത്ത് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ സാധിക്കുന്നത്. ഇത് നമ്മൾ കമ്പ്യൂട്ടറിൽ ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. അതായത് കാൽക്കുലേറ്റർ 2 സംഖ്യകൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൻ്റെ ഒരു മോഡലാണ് ഈ കാണുന്നത്. 2 സംഖ്യകൾ ആഡ് ചെയ്യേണ്ട സംഖ്യകൾ സെലക്ട് ചെയ്ത് കൊടുക്കുക, പ്ലസ് സൈൻ കൊടുക്കുക, അതിനുശേഷം ഈക്വൽ ടു ആ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ നമ്മൾ പ്രോഗ്രാമിൻ്റെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇങ്ങനത്തെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിലേക്ക് വരുമ്പോൾ നമ്മൾ അറിയേണ്ട കാര്യമില്ല. ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ട ഈ 4 കാറ്റഗറിയിൽ നിന്നും, അതായത് മെഷീൻ ലാംഗ്വേജ് പ്രോഗ്രാം, അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം, ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാം, പിന്നീട് വരുന്നത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മെഷീൻ ലാംഗ്വേജിൽ ആ മെഷീനിൻ്റെ ആർക്കിടെക്ചർ അനുസരിച്ചിട്ട് റൂട്ട് ലെവലിലുള്ള കാര്യങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് 2 സംഖ്യകൾ ആഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പിന്നീട് അസംബ്ലി ലാംഗ്വേജിൽ വരുമ്പോൾ 2 സംഖ്യകൾ ആഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ കോഡുകൾ കൃത്യമായിട്ട് ബൈ ഹാർട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് 2 സംഖ്യകൾ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നീട് ഹൈ ലെവൽ ലാംഗ്വേജിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി സിമ്പിളായിട്ട് കോഡുകൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 സംഖ്യകൾ ആഡ് ചെയ്യാൻ പറ്റും. അതിനുശേഷമാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, കാൽക്കുലേറ്ററിൻ്റെ ഒരു സോഫ്റ്റ്വെയറിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. അതിൽ നമ്മൾ ഒന്നും അറിയേണ്ട, യൂസർ ആഡ് ചെയ്യേണ്ട സംഖ്യകൾ കൊടുക്കുക, അത് ആഡ് ചെയ്യാനുള്ള പ്ലസ് സൈൻ കൊടുക്കുക, ഈക്വൽ ടു കൊടുക്കുക. അപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയറിലേക്ക് എത്തുമ്പോൾ സംഭവിക്കുന്നത് യൂസർ ഇതിനെ കമ്പ്യൂട്ടറിനുള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെപ്പറ്റി യാതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ആ പ്രോഗ്രാമിംഗ് കോഡെല്ലാം അതിൻ്റെ ഇൻറ്റേർണലി വർക്ക് ചെയ്യും. അതിൻ്റെ ഔട്ട്പുട്ട് മാത്രം നമുക്ക് എന്താണോ അതനുസരിച്ചിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കിട്ടും എന്നുള്ളതാണ് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിലേക്ക് എത്തുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഔട്ട്പുട്ട്. ഇനി സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട 2 പ്രധാനപ്പെട്ട ടേം ഇതിനെപ്പറ്റി ഒന്ന് പറയാം. ഫസ്റ്റ്, സോഴ്സ് കോഡ്. ദി ഒറിജിനൽ വെർഷൻ ഓഫ് ദി പ്രോഗ്രാം റിട്ടൺ ബൈ എ ഹ്യൂമൻ ഇൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസിംഗ് എ ടെക്സ്റ്റ് എഡിറ്റർ, വിഷ്വൽ പ്രോഗ്രാമിംഗ് ടൂൾ ഓർ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് environment. The source code is saved in a file and can be compiled using a compiler to produce object code. അതായത് സോഴ്സ് കോഡ് എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് പോലെ തന്നെ ഒരു ടെക്സ്റ്റ് എഡിറ്ററോ അല്ലെങ്കിൽ അതിൻ്റെ പ്രോഗ്രാമിംഗ് ടൂളോ ഉപയോഗിച്ച് നമ്മളുടെ ഭാഷയിൽ അതിൻ്റെ കോഡ് ചെയ്യേണ്ട രീതി അനുസരിച്ചിട്ട് ഓരോ ലാംഗ്വേജിൻ്റെയും കോഡ് ചെയ്യേണ്ട രീതിയുണ്ട്. ആ ലാംഗ്വേജിൻ്റെ രീതി അനുസരിച്ചിട്ട് നമ്മളുടെ ഭാഷയിലാണ് ആ ലാംഗ്വേജ് എഴുതുന്നത്. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലാണ് നമ്മൾ എഴുതുന്നത്. അങ്ങനെ ഒരു ടെക്സ്റ്റ് എഡിറ്റർ ഉപയോഗിച്ച് പ്രോഗ്രാം എഴുതുന്നതിനെയാണ്, ആ ഫയലിനെയാണ് സോഴ്സ് കോഡ് എന്ന് പറയുന്നത്. ആ സോഴ്സ് കോഡാണ് പിന്നീട് മെഷീൻ ലാംഗ്വേജിലേക്ക് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ അല്ലെങ്കിൽ ലാംഗ്വേജ് പ്രോസസ്സർ ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്യുന്നത്. അടുത്ത് വരുന്നതാണ് ഒബ്ജക്റ്റ് കോഡ്. ഒബ്ജക്റ്റ് കോഡ് എന്ന് പറഞ്ഞാൽ ദി കമ്പൈൽഡ് വെർഷൻ ഓഫ് ദി പ്രോഗ്രാം വിച്ച് ഈസ് മെഷീൻ റീഡബിൾ ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് the computer CPU can process directly. Object code is sometimes called an object module or subroutine. It's difficult for humans to read, but it contains a sequence of instructions that the processor can understand. Operating system and application software are usually in the form of object code. അതായത് നമ്മൾ സോഴ്സ് കോഡിൽ എഴുതിയ, മനുഷ്യന് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതിയ സോഴ്സ് കോഡിലുള്ള എഴുതിയ പ്രോഗ്രാമിനെയാണ് സോഴ്സ് കോഡ് എന്ന് പറയുന്നത്. ആ സോഴ്സ് കോഡ് കമ്പൈലർ അല്ലെങ്കിൽ കമ്പൈലിംഗ് ചെയ്യാൻ ഉപയോഗിക്കുന്ന, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോഗ്രാമുകൾ ഉപയോഗിച്ച് മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവെർട്ട് ചെയ്യും. ആ കൺവെർട്ട് ചെയ്ത ഫോമിന് പറയുന്നതാണ് ഒബ്ജക്റ്റ് കോഡ്. ആ ഒബ്ജക്റ്റ് കോഡാണ് കമ്പ്യൂട്ടറിൽ
ഡയറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളെല്ലാം ഈ ഒബ്ജക്റ്റ് കോഡിലാണ് കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്നത്. ഇത് ഒരു പ്രോഗ്രാമിങ്ങിൻ്റെ വർക്ക് ചെയ്യുന്ന ഒരു രീതിയാണ്. ഫസ്റ്റ് കാണുന്നത് ഇൻസ്ട്രക്ഷൻ ഇൻ ഹൈ ലെവൽ ലാംഗ്വേജ്. അതായത് ഹൈ ലെവൽ ലാംഗ്വേജിലുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ എഴുതുന്നു. ആ നിർദ്ദേശങ്ങൾ ഗ്രൂപ്പ് ചെയ്യുന്നു. അതായത് അത് ഇൻസ്ട്രക്ഷൻസ് കൂടിച്ചേരുമ്പോഴാണ് അതെന്താകുന്നു, പ്രോഗ്രാമായിട്ട് മാറുന്നു. അത്തരം പ്രോഗ്രാമുകൾ കൂടിച്ചേരുമ്പോഴാണ് ഒരു സോഫ്റ്റ്വെയർ ആയിട്ട് മാറുന്നത്. സോഫ്റ്റ്വെയർ സോഴ്സ് കോഡിലുള്ളതാണ്. അതായത് ഹ്യൂമൻ റീഡബിൾ ഫോമിലുള്ള ഒരു സോഫ്റ്റ്വെയർ ആയിട്ട് അത് മാറുന്നു. ആ സോഫ്റ്റ്വെയറിനെ, സോഴ്സ് കോഡിലുള്ള സോഫ്റ്റ്വെയറിനെ ലാംഗ്വേജ് പ്രോസസ്സർ ഉപയോഗിച്ച് ഒബ്ജക്റ്റ് കോഡിലേക്ക് കൺവെർട്ട് ചെയ്യുന്നു. അപ്പോൾ സോഫ്റ്റ്വെയർ ഒബ്ജക്റ്റ് കോഡിലായി. ഈ ഒബ്ജക്റ്റ് കോഡിലുള്ള സോഫ്റ്റ്വെയറിനെയാണ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ നേരിട്ട് മനസ്സിലാക്കി അത് ആ ഒബ്ജക്റ്റ് കോഡിലുള്ള പ്രോഗ്രാം റൺ ചെയ്യുമ്പോഴാണ് കമ്പ്യൂട്ടറിന് നിർദ്ദേശങ്ങളുടെ രൂപത്തിൽ അത് ലഭിക്കുന്നതും ഹാർഡ്വെയർ അതനുസരിച്ച് ഹാർഡ്വെയറിൻ്റെ ജോലി ചെയ്യുന്നത്. അതായത് ഈ ഡയഗ്രാം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയ ഇൻസ്ട്രക്ഷൻ ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞിട്ട് ഹാർഡ്വെയറിലേക്ക് എത്തുമ്പോൾ അത് മെഷീൻ ലാംഗ്വേജിലുള്ള ഇൻസ്ട്രക്ഷനായിട്ട് മാറുകയും അത് ഹാർഡ്വെയർ മനസ്സിലാക്കിയിട്ട് ആ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് പ്രവർത്തിക്കുകയും ആണ് ചെയ്യുന്നത്. ഈ ഡയഗ്രാം നോക്കുക, ഹാർഡ്വെയർ ആണ് ബേസ് ആയിട്ട് കാണുന്നത്. ആ ഹാർഡ്വെയറിനുള്ളിലാണ് നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർ അഥവാ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്ലേസ് ചെയ്യുന്നത്. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനുള്ളിലാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയർ എന്താണെന്നതിനെ പറ്റി ഒരു ജനറൽ ആയിട്ടുള്ള ഐഡിയ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. അതായത് ഹൈ ലെവൽ ലാംഗ്വേജുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യുകയും ഈ പ്രോഗ്രാം കോഡുകളെ ലാംഗ്വേജ് പ്രോസസ്സർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഭാഷയായ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവെർട്ട് ചെയ്യുകയും ഈ മെഷീൻ ലാംഗ്വേജിലുള്ള പ്രോഗ്രാം കമ്പ്യൂട്ടറിൽ നേരിട്ട് എക്സിക്യൂട്ട് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻസ്ട്രക്ഷൻസ് ഹൈ ലെവൽ ലാംഗ്വേജിലുള്ള ഇൻസ്ട്രക്ഷൻസ് കൂടിച്ചേർന്ന് പ്രോഗ്രാമുകളാകുന്നു. പ്രോഗ്രാമുകൾ കൂടിച്ചേർന്ന് സോഫ്റ്റ്വെയർ ആകുന്നു. സോഫ്റ്റ്വെയർ രണ്ട് തരത്തിലുണ്ട്, സിസ്റ്റം സോഫ്റ്റ്വെയർ അഥവാ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. പിന്നീട് വരുന്നത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. എന്ത് ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണോ ആ സോഫ്റ്റ്വെയർ നമ്മൾ എഴുതുന്നത് ആ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് മാത്രമാണ് അത് ഉപയോഗിക്കുവാൻ സാധിക്കുന്നത്. അങ്ങനെ നമ്മൾക്ക് കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്യിക്കുവാൻ സാധിക്കുന്ന ഓരോ ആപ്ലിക്കേഷനും വേണ്ടി പ്രത്യേകം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ തയ്യാറാക്കിയാണ് കമ്പ്യൂട്ടറിൽ നമ്മൾക്ക് ആവശ്യമായ റിസൾട്ട് ജനറേറ്റ് ചെയ്ത് എടുക്കുന്നത്. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളെ കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ടോട്ടൽ സൊല്യൂഷൻസ് ഇൻഫോടെക്കിൻ്റെ ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോസ് കാണുന്നതിന് നമ്മളുടെ ചാനൽ വിസിറ്റ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.